ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 609 ഭാഗത്തിലേക്ക് സ്വാഗതം. കുറവുകളെ വല്ലാതെ അവഗണിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ നിറവുകളിലാണ്. വിജയിക്കുക, കീഴടക്കുക, ഇതാണ് പലപ്പോഴും നമ്മുടെ ആപ്തവാക്യം. മർത്യരാണെങ്കിലും ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ളതായ ചിന്തയോടെ ഞാനും നിങ്ങളും ജീവിക്കുന്നു. എത്രത്തോളം വലുതാവാനാകുമോ അത്രത്തോളം വലുതാകുവാനായിട്ട് നാം പാടുപെടുന്നു. എന്നാൽ ക്രിസ്തു അങ്ങനെയായിരുന്നില്ല. 99നെയും വിട്ടിട്ട് കുറവുള്ളതിനെ അന്വേഷിച്ചു പോയ സ്നേഹിതനാണ് ക്രിസ്തു. നമ്മളൊക്കെയും ബാഹ്യമായ കുറവുകളെ നോക്കിക്കാണുമ്പോൾ ക്രിസ്തു നോക്കുന്നത് ആന്തരികമായ നിറവുകളെയാണ്. വിശുദ്ധ ലൂക്കോസ് 19 അധ്യായത്തിലെ സക്കായിയുടെ കാര്യത്തിലേക്ക് വന്നാൽ എല്ലാവരും സക്കായിയുടെ ബാഹ്യമായ പൊക്കക്കുറവിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ക്രിസ്തു നോക്കിയത് അവൻ്റെ ആന്തരികമായ ഉയരത്തെയാണ്. കർത്താവ് പറഞ്ഞു, സക്കായി വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, സക്കായിയെ കർത്താവ് നോക്കിയപ്പോൾ അവൻ ആന്തരിക നിറവുള്ളവനായി കണ്ടതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ മറ്റുള്ളവരോടുള്ളതായ സ്നേഹത്തിലും കരുതലിലും നിറവുള്ളവരായി കാണപ്പെടുവാനായിട്ട് ഇടയാകണം. എങ്കിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭവനത്തിൽ നമ്മോടൊപ്പം പാർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നാം കാണും. അതിനുള്ള ഭാഗ്യം തമ്പുരാൻ നമുക്ക് നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.